ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ കൂന്തൽ ഫിഷ് കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ സ്റ്റൈലിൽ പുളിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ്. സാധാരണ കൂന്തലിൽ പുളിയൊന്നും ഇടാറില്ല. അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവർക്കും പുളി ഇടാത്ത മീൻകറിയോ അല്ലെങ്കിൽ തേങ്ങ അരച്ച മീൻകറിയോ ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് ആദ്യം കൂന്തൽ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഏകദേശം ഒരു 200 ഗ്രാം കൂന്തൽ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കേട്ടോ. ശേഷം കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിൽ അടുപ്പിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൂന്തൽ നന്നായിട്ട് വെന്ത് കിട്ടും. അത് റബ്ബർ പോലെ ഇരിക്കത്തുമില്ല കേട്ടോ. ഇനി നമുക്ക് മസാലയ്ക്കുള്ള പരിപാടി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഞാൻ. ചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം. അപ്പോൾ ഇത് ഉലുവയെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കരിയാണ്ട് നോക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സവോള ചേർക്കാം. ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള സവോള കുഞ്ഞായി അരിഞ്ഞതാണ് കേട്ടോ ചേർക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 3 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഉള്ളിയും പച്ചമുളകും ഒന്നിച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉള്ളിക്ക് ഒരുപാട് മധുരം ഉണ്ടാകത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ രണ്ടും എപ്പോഴും ഒന്നിച്ച് ചേർക്കുന്നത്. ഞാനിപ്പോൾ എല്ലാ കറിയിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളിയുടെ ഒരു മധുരം കുറച്ച് മുന്നിൽ നിൽക്കാറുണ്ട്. ഉള്ളിയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം 3/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 15 വെളുത്തുള്ളിയാണ് കേട്ടോ. ഇത് രണ്ടും നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ആദ്യം ചേർക്കുന്നത്. പിന്നെ ബാക്കി അളവ് നോക്കിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ശേഷം ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി നന്നായിട്ട് വഴണ്ട് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചട്ടിയിലായതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. അടുത്തായി നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തു. ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. എന്നിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 3 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം പൊടിയൊന്നും അടുക്കി പിടിക്കത്തുമില്ല, പച്ചമണം എല്ലാം നന്നായിട്ട് മാറുകയും ചെയ്യും. അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ പൊടിയായിട്ട് അരിയുമ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞു പോവുകയും ചെയ്തോളും. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും പൊടിയായിട്ട് അരിയുന്നത്. ഇനി നമുക്കിത് ഏകദേശം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെള്ളമൊന്നും ചേർക്കാണ്ട് ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ തക്കാളി നന്നായിട്ട് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ തക്കാളി ഇടയ്ക്ക് കടിക്കാൻ കിട്ടണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഉടച്ചെടുക്കണ്ട കേട്ടോ. എനിക്ക് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടേണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉടച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്ര ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആ കണക്കിന് വേവിച്ചാൽ മതി. 2-3 മിനിറ്റ് കുക്ക് ചെയ്തപ്പോഴത്തേക്ക് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത് കുടംപുളിയാണ്. ഞാൻ ഒറ്റ കുടംപുളി ചേർക്കുന്നുള്ളൂ. തക്കാളിക്ക് കുറച്ച് പുളിയുണ്ട്. അപ്പോൾ ചെറിയൊരു പുളിക്കും കൂടെ വേണ്ടിയിട്ട് ഒരു കുടംപുളി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും കൂടി ചേർത്ത് പിന്നെ ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തൽ ചേർക്കാം കേട്ടോ. അപ്പോൾ കൂന്തൽ 5 വിസിലടിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊന്നും എടുക്കാണ്ട് ജസ്റ്റ് ഫിഷ് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ചേർക്കുന്നത്. മീൻ ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇപ്പോൾ കൂന്തൽ വേവിച്ച സമയത്ത് വെള്ളം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. അതില്ലെങ്കിൽ തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇതിപ്പോൾ നിങ്ങളുടെ ചാറ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. കൂന്തൽ വേവിച്ച സമയത്ത് ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെള്ളം എനിക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിരുന്നു. അത് കൂടാണ്ട് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളവും മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഉപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാലൻസ് ചെയ്ത് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഞാനിപ്പോൾ എനിക്ക് ഏകദേശം കുറച്ച് ഉപ്പ് കുറവുണ്ടായതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്തിരുന്നു. ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ചാറൊക്കെ കുറുകി മസാലയായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പാകത്തിന് ഗ്രേവി വേണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വറ്റിക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചാറ് കുറച്ചുകൂടെ വേണമെങ്കിൽ ഇതിന് മുമ്പേ ഓഫ് ചെയ്യാം. അതിനുശേഷം 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി കുഴിച്ച് നമ്മുടെ കറി റെഡി ആയിട്ടോ. അപ്പോൾ കൂന്തൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.